നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻഡ് ദി ലാസ്റ്റ് ഡിജിറ്റ് ഇൻ ദി ഡെസിമൽ വാല്യൂ ഓഫ് 2017 റേസ് ടു 2018 റേസ് ടു 2019. അപ്പൊ ഈ ചോദ്യം വരുന്നത് കോൺഗ്രുവൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടവേഴ്സ് ഓഫ് പവർ എന്ന് പറയുന്ന ഒരു ചോദ്യം, ഒരു ഹെഡിങ് ഉണ്ട്. ടവേഴ്സ് ഓഫ് പവേഴ്സ് മോഡുലോ എം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിലെ ചോദ്യമാണിത്. ഇനി ഒരു കാര്യം കൂടെ നോക്കുക, ടെക്സ്റ്റിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 1997 റേസ് ടു 1998 റേസ് ടു 1999 ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണെന്നാണ് ടെക്സ്റ്റിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ. അപ്പൊ കഴിഞ്ഞ എക്സാമിന് ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് അടുത്ത എക്സാമിന് വേണമെങ്കിൽ ഈ ചോദ്യം ടെക്സ്റ്റിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യം നോക്കാം. 2017 റേസ് ടു 2018 റേസ് ടു 2019. അപ്പൊ ആ ചോദ്യം എന്തുവാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം കോൺഗ്രുവൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 63 കോൺഗ്രുവൻ ടു ദ ഡാഷ് മോഡുലോ 10 എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ആള് വരും കേട്ടോ. 63 മോഡുലോ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഖ്യയെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും എന്നാണ്. 63നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 10 60, ബാക്കി 3 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. ഇതാണ് കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഞാനൊരു വലിയ സംഖ്യ എഴുതി. എന്നാ നോക്കി, ഇപ്പൊ 63 ഇൻറ്റു 76 കോൺഗ്രുവൻ ടു ദ ഡാഷ് മോഡ് 10 എന്ന് എഴുതി. അപ്പൊ ഇത് ഗുണിച്ച് നോക്കാതെ കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 63നെ മാത്രം മോഡിലോ 10 എടുത്താൽ 63നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആണ്. ഇൻറ്റു 76നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ്? 6 ആണ്. ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു 3 ഇൻറ്റു 6 18 മോഡിലോ 10. 18 മോഡിലോ 10. ഇനി 18നെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 18നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര വരും? 8 വരും. സോ 8 മോഡ് 10 ആണ് ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കോൺഗ്രുവൻസിന്റെ ഒരു നിയമമാണ്, രണ്ട് നമ്പറിനെ ഗുണിച്ചിട്ട് കോൺഗ്രുവൻസ് എടുക്കുന്നതും അതിന്റെ കോൺഗ്രുവൻസ് എടുത്തിട്ട് റിമൈൻഡർ കണ്ടുപിടിച്ചിട്ട് ഗുണിക്കുന്നതും ഒക്കെ ഈക്വൽ ആണ്. അപ്പൊ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇപ്പോ 49 കോൺഗ്രുവൻ ടു എത്ര മോഡിലോ 10 ആണ്. ഇത് വേണമെങ്കിൽ ആദ്യമേ ഇങ്ങനെ എഴുതാം, 10 അല്ല, ഞാൻ 3 ആണ് എഴുതുന്നത്. 49 കോൺഗ്രുവൻ ടു 49 മോഡ് 10. വേണമെങ്കിൽ അതിന്റെ ഉത്തരം ഒന്നുകൂടി എടുത്ത് എഴുതാം. അപ്പൊ 49നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര? 49 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 3 എത്ര കിട്ടും? 48 കിട്ടും. ബാക്കി റിമൈൻഡർ മാത്രം മതി നമുക്ക്. അപ്പൊ 1 മോഡിലോ 3 ആണ് വരുന്നത്. 49നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? അതാണ് ഈ സാധനം ഉദ്ദേശിക്കുന്നത്. ഇത് ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു നിയമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സംഖ്യ നോക്കുക. വലിയ സാധനമാണ് അല്ലെ. 2017 റേസ് ടു 2018 റേസ് ടു 2019. അപ്പോ എപ്പോഴും നിങ്ങൾ നോക്കിക്കോ, ലാസ്റ്റ് ഡിജിറ്റ്, ഈ ഡെസിമൽ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ പോയിന്റ് ഉള്ള നമ്പർ ആണെന്ന് വിചാരിച്ചോളല്ലേ. അത് 10 നമ്പറിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് എപ്പോ കേട്ട് കഴിഞ്ഞാലും അതെന്ന് പറഞ്ഞാൽ മോഡുലോ 10 ആണ്. അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആയിരിക്കും ഏത് സംഖ്യയുടെയും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 2017 റേസ് 2018 റേസ് 2019 പകരം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ആദ്യം 2017 മോഡിലോ 10 എടുക്കണം. 2017 മോഡിലോ 10 എടുത്താൽ മോഡിലോ 10 എന്ന് പറഞ്ഞാല് അവസാനത്തെ അക്കമാണ്, അവസാനത്തെ നമ്പർ ആണ് എപ്പോഴും മോഡിലോ 10. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. അപ്പൊ ആരായിരിക്കും? 7 മോഡിലോ 10. അപ്പൊ നമ്മുടെ ചോദ്യം 2017 റേസ് ടു 2018 റേസ് ടു 2019 എന്നാണല്ലോ. അതിനെ നമുക്ക് ഇനി എങ്ങനെ ചെയ്താൽ മതി എന്നറിയാവോ? ഇതിപ്പോ സൈഡിൽ ചുമ്മാ എഴുതുന്നുള്ളൂ. നമുക്ക് നോട്ട് പറയുന്നത് ഇവിടെ തൊട്ടാണ്, ഈ ഒരു സാധനം തൊട്ടാണ് നമ്മൾ നോട്ട് തുടങ്ങുന്നത്. ഇനി നമുക്ക് 2017 പകരം 7 എടുത്താൽ മതി. 2017 പകരം എന്തെടുത്താൽ മതി? 7 എടുത്താൽ മതി. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു ഒറ്റ ലൈനിൽ നിന്ന് കിട്ടിയത്. നമ്മൾ ഒറ്റ ലൈൻ മാത്രമേ ഇതുവരെ ആൻസറിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 7ന്റെ പ്രത്യേകതയാണ്. അതായത് 7ന്റെ ഓരോ പവർ എടുക്കുമ്പോഴും, ഇവിടെ 7ന് പവർ ആണല്ലോ കൊടുത്തേക്കുന്നത്. അപ്പൊ 7ന്റെ ഓരോ പവറിനും ഉള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇനി സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 7 കോൺഗ്രുവൻ ടു എത്ര മോഡ് 10 ആയിരിക്കും? 7നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 7 തന്നെ ആയിരിക്കുമല്ലോ, കാരണം 10നേക്കാൾ ചെറിയ നമ്പർ ആണ്. അപ്പൊ ആ നമ്പറിന് റിമൈൻഡർ വരും. അപ്പൊ 7 കിട്ടി. ഇനി 7ന് ഇങ്ങനെ പവർ കൊടുത്തു പോവാ. 7 റേസ് 1 ആണല്ലോ ഇത്. അപ്പൊ 7 റേസ് 2 കൊടുത്തു. 7 7 49 ആണ്. 49നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവസാനത്തെ അക്കം 9 വരും. അപ്പൊ 9 മോഡ് 10 കിട്ടി. ഇനി 7 റേസ് 3 എടുത്തു. അയ്യോ, 7 റേസ് 3 ഒക്കെ ഗുണിച്ചു നോക്കണമെങ്കിൽ പാടായിരിക്കും അല്ലെ. കാൽക്കുലേറ്റർ എടുത്ത് ഗുണിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുമായിരിക്കും. ഒരു ആവശ്യമില്ല കാൽക്കുലേറ്റർ എടുത്ത് ഗുണിക്കേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ 7 ക്യൂബിന് നമുക്ക് 7 സ്ക്വയർ ഇൻറ്റു 7 എന്ന് എഴുതാം. അപ്പൊ 7 സ്ക്വയർ ഇൻറ്റു 7 മോഡ് 10. ഇനി 7 സ്ക്വയർ ആരാണ്? 49 ആണ്. 49 മോഡിലോ 10 എടുക്കുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. അപ്പൊ 9 ഇൻറ്റു 7 മോഡിലോ 10 എന്നാവുമല്ലോ ഇത്.
ചെയ്ത്. ഇനി 9 × 7 എത്രയാണ്? 63 ആണ് അല്ലെ. 63 മോഡുലോ 10 എന്ന് വരും. 63 മോഡുലോ 10. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? 63 മോഡുലോ 10 എടുക്കുമ്പോൾ 3 മോഡ് 10 എന്ന് വരും. അത് സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇത്രയും ഒന്നും നമ്മൾ ചെയ്യാൻ പോകണ്ട കേട്ടോ. ഇത്രയും ഒന്നും നമ്മൾ ചെയ്യാൻ പോകണ്ട. കാരണം എന്താണെന്നറിയാവോ? ഇപ്പൊ 7⁻4 എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. 7⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തോ ചെയ്തത്? 9ന്റെ കൂടെ തൊട്ട് അടുത്ത ഒരു 7 കൂടെ ഗുണിച്ച് 63. 63ന്റെ ലാസ്റ്റ് അക്കോടത്ത് ഇവിടെ എഴുതി. അതേ പരിപാടി ഇവിടെ ചെയ്തു നോക്കാം. 3ന്റെ കൂടെ ഒരു 7 കൂടെ ഗുണിക്കുക. 3 7 21. 21ന്റെ അവസാനത്തെ അക്കം എത്ര? 1. അപ്പൊ 1 മോഡ് 10 പരിപാടി കഴിഞ്ഞു. ഓക്കെ. ഇനി ഈ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി നിർത്താം. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? ഇനി 7⁵5 ഞാൻ എടുത്തായിരുന്നെങ്കിലോ? 7⁵5 ഞാൻ എടുത്തായിരുന്നെങ്കിൽ 1 × 7 7 വരും. 7 മോഡ് 10 വരും. 7 മോഡ് 10 എന്ന് പറയാൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടില്ലേ? അപ്പൊ ഓൾറെഡി എഴുതിയ ആൾക്കാരെ പിന്നെ എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് 1 എപ്പം വരുന്നോ അവിടെ കൊണ്ട് നമുക്ക് പരിപാടി നിർത്താം. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ 10 മോഡലോ എടുത്തു. അപ്പൊ 7 കിട്ടി. ആ 7 കൊണ്ടാണ് ഈ പരിപാടി നടത്താൻ പോണത്. അപ്പൊ നമുക്കൊരു 7 കിട്ടി. ആ 7 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? 7ന്റെ പവറിന്റെ പ്രത്യേകത കണ്ടുപിടിച്ചു. ഈ പ്രത്യേകത കൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്ന അറിയാവോ? ഈ 7⁻4 കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം 7⁵5 വന്നപ്പോ ഇനി എത്ര വരും? മോഡുലോ 7 വരും. 7⁵5 4 9 വന്നാലും ഇനി 7 തന്നെ വരും. 7⁻9 4 13 വന്നാലും ഇനി എത്ര തന്നെ വരും? 7 തന്നെ വരും. 7⁻6 എടുത്താലും നമുക്ക് കോൺഗ്രൻസ് സോറി 7⁻2ന് 9 ആണ്. 7⁻6ന് 9 ആണ്. 7⁻10 ഇനി എത്ര കിട്ടും? 9 തന്നെ കിട്ടും. 7⁻14 ഇനി എത്ര തന്നെ കിട്ടും? 9 തന്നെ കിട്ടും. അതേപോലെ 7⁻3 എടുത്താലും 3 കിട്ടും. 7⁻7ന് 3 കിട്ടും. 7⁻7 4 11ന് 3 കിട്ടും. 11 4 15ന് 3 കിട്ടും. 7⁻4 എടുത്താൽ 1 കിട്ടും. 7⁻8 എടുത്താൽ 1 കിട്ടും. 7⁻12 എടുത്താൽ 1 കിട്ടും. ഇതിങ്ങനെ 4 വെച്ച് കൂടി കൂടി പോകുന്ന ഒരു പാറ്റേൺ ആയിട്ട് മാറും. ആ പാറ്റേൺ ആയിട്ട് മാറുന്നത് എങ്ങനെ മനസ്സിലായി? ഇവിടെ 4 കിട്ടിയോണ്ടാണ് മനസ്സിലായത്. ഓക്കെ. അപ്പൊ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. അടുത്ത എഴുതാൻ പോണ സ്റ്റെപ്പാണ് അടിപൊളി. ഇതാ 7⁻A. A എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ. 7⁻A. A എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ ആണെങ്കിൽ കോൺഗ്രുവന്റ് മോഡലോ 10 എടുക്കുമ്പോഴുള്ള സാധ്യതകൾ പറയട്ടെ. ഒന്നാമത്തെ ചാൻസ് അതിന്റെ ഉത്തരം 7 ആവാം. 7 ആവാം. 7 ആവുന്നത് എപ്പോഴാ? A = 4k + 1 ആവുമ്പോ 4k + 1 ആവുമ്പോ 4ന്റെ ടേബിളിനോട് 1 കൂട്ടുമ്പോ അതാണ്ട് 4ന്റെ ടേബിളിനോട് 1 കൂട്ടുന്ന നമ്പേഴ്സ് അല്ലേ ഇത്. ഇനി 7 കഴിഞ്ഞിട്ട് ഇനി എത്ര വരാം? 7 കഴിഞ്ഞ അടുത്ത ചാൻസ് ഏതാ? 9 ആണ്. 9 മോഡലോ 10 വരാം. നിങ്ങളൊന്ന് പറഞ്ഞ എത്ര ആയിരിക്കും? A എത്ര ആവണം? A = 4k + 2 ആവണം അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്തത് സ്വന്തമായിട്ട് എഴുതാമല്ലോ. 3 മോഡലോ 10 വരും. 3 മോഡലോ 10 വരും. A എത്ര ആവുമ്പോ? 4k + 3 ആവുമ്പോ. അങ്ങനെയാണെങ്കിൽ അടുത്തതോ 1 മോഡലോ 10 വരും. 1 മോഡലോ 10 വരും. A = 4k + 4 എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? 4k + 4 എന്ന് എഴുതുന്നതിനേക്കാളും നല്ലത് 4k എന്ന് എഴുതിയാൽ പോരെ. 4ന്റെ ടേബിൾ വരുമ്പോൾ എന്നല്ലേ. അപ്പൊ 4ന്റെ ടേബിൾ വരുമ്പോൾ ഓക്കെ. ഇനി ഇതിനെ കോൺഗ്രുവൻസിന്റെ ഭാഷയിലൂടെ എഴുതാം. നമുക്ക് കോൺഗ്രുവൻസ് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിയാലും മതി. നമുക്ക് ഏതായാലും കോൺഗ്രുവൻസിന്റെ ഭാഷയിലൂടെ എഴുതിയിട്ട് ഈ പരിപാടി നിർത്താം. അപ്പൊ A കോൺഗ്രുവന്റ് ടു നോക്കിയേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആരാണെന്ന് നോക്കിയേ 1 അല്ലേ. അപ്പൊ 1 mod 4 അടുത്ത 1 mod 4 കാരണം മോഡ് 4 എടുക്കുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിമൈൻഡർ വരുന്നത്. അപ്പൊ A കോൺഗ്രുവന്റ് ടു 2 mod 4. അതുപോലെ തന്നെ A കോൺഗ്രുവന്റ് ടു 3 mod 4. 4ന്റെ ടേബിളിലുള്ള ഒരാളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര വരും? 0 അല്ലേ. അപ്പൊ A കോൺഗ്രുവന്റ് ടു 0 mod 4. അപ്പൊ ഈ പരിപാടി കഴിഞ്ഞു. ഓക്കെ. ഇത് എന്തിനാണെന്നൊക്കെ നോക്കിക്കോ. നമുക്ക് 7 കിട്ടി. ഇനി 7ന്റെ പവറിന്റെ കാര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ 7ന്റെ പവർ നമുക്ക് ഇവിടെ ഉണ്ട്. ചോദ്യത്തിലുണ്ട്. 7ന്റെ പവർ തന്നെ ഇത്രയും ഉണ്ട്. 2018/2019. അപ്പൊ ഇത്രയും വരെ ഓക്കെ ആണ്. ഇനി 7ന്റെ പവറിലാണ് കാര്യം. 7ന്റെ പവറിനെ മോഡുലോ 4 എടുക്കുന്നതിലാണ് കാര്യം. നമ്മുടെ നമ്പർ 2018 ആണല്ലോ. അപ്പൊ ഈ 2018 നിങ്ങൾ എടുക്കുക. 2018/2019 ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. 2018 നിങ്ങൾ എന്തോ ചെയ്യുക? മോഡുലോ 4 എടുക്കുക. 2018നെ മോഡുലോ 4 എടുക്കുക. 2018നെ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 4 20. 0 താത്തറക്കി 0 കുറച്ചു. 1 താത്തറക്കി 1നകത്ത് 4 ഇല്ല. ഒരു 0 കൊടുത്തു. 8 താത്തറക്കി 18 എത്ര? 4 4 4 16. ഉത്തരത്തിൽ കാര്യമൊന്നുമില്ല. റിമൈൻഡർ മാത്രം മതി. 2 ആണ് നമ്മുടെ റിമൈൻഡർ അല്ലെ. അപ്പൊ 2018 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ കിട്ടും. 2018 4 കൊണ്ട് ഡിവൈഡ് എത്ര റിമൈൻഡർ കിട്ടും? 2 റിമൈൻഡർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ 2018 അല്ല നമുക്ക് വേണ്ടത്. 2018/2019 ആണ്. ഇനി ഞാൻ ഈ 2ന്റെ പ്രത്യേകം നോക്കുന്നു. കണ്ടോ, ഒരേ പാറ്റേൺ. ആദ്യമേ 2017 എടുത്തു, 7 കിട്ടി. ഇനി 7ന്റെ പാറ്റേൺ എടുത്തു. 7ന്റെ പാറ്റേണിൽ നമ്മൾ എടുത്തു. 7ന്റെ പാറ്റേൺ എടുത്തപ്പോൾ നമുക്ക് മോഡുലോ 4 ആണ് വേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ. അങ്ങനെ പിന്നെ ഞാൻ എന്തെടുത്തു? മോഡുലോ 4ൽ 2018 എടുത്തു. ഇനി 2018 2 കിട്ടി. അപ്പൊ ഈ 2ന്റെ പാറ്റേൺ നോക്കിക്കൊള്ളാൻ നല്ല രസമാണ്. 7ന്റെ അത്രയും പാടൊന്നുമില്ല. 2:1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2:2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ഓക്കെ, മോഡ് 4 അല്ലേ വേണ്ടത്.
മോഡ് 4. 2/4 4 മോഡ് 4 എന്ന് പറയുമ്പോൾ എന്തോ വരും? 0 വരത്തില്ലേ? 0 വരത്തില്ലേ? 0 വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള രസം എന്തെന്നറിയാവോ? 2 ക്യൂബ് വന്നാലും ഒക്കെ 0 വരും. നിങ്ങൾ അല്ലേലും ആലോചിച്ച് നോക്കിയേ, 2/2 എടുത്താലും 4 കിട്ടും, 2/3 എടുത്താലും 8 കിട്ടും, 2/4 എടുത്താലും 16 കിട്ടും. ഇനി അങ്ങോട്ട് എല്ലാ നമ്പേഴ്സും 2ന്റെ കൂടെ ഇനി ഏത് പവർ എടുത്താലും എല്ലാ നമ്പേഴ്സും 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ 2018 റൈസ് ടു 2019 മോഡുലോ 4 എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോക്കിയേ, 2018 മോഡുലോ 4 എടുത്താൽ 2 കിട്ടും. അപ്പൊ 2/2019 മോഡുലോ 4 ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2/2019 രണ്ടിന്റെ കൂടെ ഏത് പവർ എടുത്താലും, ഒന്നല്ലാതെ ഏത് പവർ എടുത്താലും അത് 0 ആയിരിക്കും. അപ്പൊ 0 മോഡ് 4 ആയിരിക്കും. ഒന്നും മനസ്സിലായില്ലല്ലോ? നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ 7-ല് തുടങ്ങി 7ന്റെ പരിപാടി ദാ ഇവിടം കൊണ്ടുവച്ചങ്ങ് നിർത്തി. ഇനി നമ്മൾ അതിനെ ഒന്നും ചെയ്യുന്നില്ല തൽക്കാലത്തേക്ക്. ഇനി നമ്മൾ 2018 എടുത്ത് നോക്കി, 2 മോഡ് 4 കിട്ടി. 2ന്റെ പ്രത്യേകത, 2ന്റെ മണ്ടയിൽ ഏത് പവർ കൊടുത്താലും, ഒന്നല്ലാതെ ഏത് പവർ കൊടുത്താലും 0 മോഡുലോ 4 ആണ്. അപ്പം 2/2019 എന്ന് പറയുന്നത് 0 മോഡുലോ 4 ആണ്. അങ്ങനെയാണെങ്കിൽ 2018/2019 എന്ത് തന്നെ ആയിരിക്കും? 0 മോഡുലോ 4 ആയിരിക്കും. അതായത് നോക്കിയേ, 7/2018/2019 നോക്കിയേ, ഈ പറയുന്ന മുകളിൽ കിടക്കുന്ന സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം എന്താ? 0 മോഡ് 4 കിട്ടിയത് കൊണ്ട് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, 7ന്റെ കൂടെ 4ന്റെ മൾട്ടിപ്പിൾ വരുന്ന ഒരു പവർ ആണ് വരുന്നതെങ്കിൽ, മോഡുലോ 10 എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അപ്പൊ 1 മോഡുലോ 10 എന്ന് കിട്ടും. 1 മോഡുലോ 10 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 7ന് പകരം 2017 കൊടുത്താലും, 2017/2018/2019 ചെയ്താലും എന്തേ കിട്ടൂ? 1 മോഡുലോ 10 കിട്ടൂ. എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ ഒന്നുകൂടി നോക്കുക, നമ്മൾ ആദ്യമേ 7 തുടങ്ങി. ഈ 7 കൊണ്ട് നമ്മൾ ചെയ്ത ഒറ്റ കാര്യം എന്ന് പറയുന്നത് മോഡുലോ 4 എടുക്കണം എന്ന് മനസ്സിലാക്കിയ ഒരു ഐഡിയ ആണ്. ആ കാര്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ആ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ 7ന്റെ മണ്ടയിൽ വെച്ചേക്കുന്ന പവറിലുള്ള അടുത്ത ആളെ എടുക്കുക, 2018. ആ 2018നെ ഈ മോഡുലോ 4 ചെയ്യുക, അപ്പൊ 2 കിട്ടി. ഇനി നമ്മുടെ ആള് 2 ആണ്. ആ 2ന്റെ പവർ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 2ന്റെ കൂടെ ഒന്നല്ലാതെ ഏത് പവർ വന്നാലും മോഡുലോ 4 എടുക്കുമ്പം 0 വരുമെന്ന് മനസ്സിലായി. അപ്പൊ 2018/2019 0 മോഡ് 4 ആണെന്ന് മനസ്സിലായി. 0 മോഡ് 4 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 4ന്റെ ടേബിളിൽ വരുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? 7 ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ 4ന്റെ ടേബിളിൽ വരുന്ന ഉത്തരം എഴുതി 1 മോഡ് 10. അതുകൊണ്ടാണ് ലാസ്റ്റ് ഡിജിറ്റ് 1 കിട്ടിയത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ഈ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന മാത്രമേ ഉള്ളൂ നമ്മുടെ ആൻസർ. ഇത്രയും സമയം എടുത്തതിന്റെ കാര്യം നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ സാധനം കുറച്ചൊക്കെ അറിയാവുന്നവരാണെങ്കിൽ സ്പീഡാക്കി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ എഴുതിയേക്കുന്നത് പിന്നാടി ഇതുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 4 മാർക്കിന്റെ ചോദ്യമായിരുന്നേ.